ആരോ ഒരാൾ ഭാഗം 15. നന്നാവാൻ ആരാ നിന്നോട് പറഞ്ഞത്? ഞാൻ ഇവിടെ പനങ്കുല പോലെ വളർന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. ഇനിയും സമയം വൈകിയിട്ടില്ല. എന്തായാലും സച്ചുവേട്ടൻ്റെ വിവാഹം ഇന്ന് കഴിയും. അത് കഴിഞ്ഞ് നമുക്കൊരു കൈ നോക്കിയാലോ? മെർലിൻ അവസാനത്തെ പ്രതീക്ഷ എന്നതുപോലെ ചോദിച്ചു. മെർലിൻ, ഞാൻ നിന്നെ ഇന്ന് രാത്രിയുടെ കാര്യം ഓർമ്മിപ്പിക്കാനാണ് വന്നത്. സച്ചുവേട്ടൻ്റെ വിവാഹം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എനിക്ക് പോണം. റോഷൻ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. തലമുടി മാടി ഒതുക്കുന്ന വ്യാജേന അവൾ ആ കണ്ണുനീരിനെ പുറം കൈകൊണ്ട് ഒപ്പിയെടുത്തു. കണ്ണുനീർ അതർഹിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണ്. ഒരിക്കലും അല്ലാത്തവർക്ക് വേണ്ടി കണ്ണുനീർ പൊഴിക്കുന്നത് ബുദ്ധിയല്ല, മെർലിൻ ചിന്തിച്ചു. സായ അത്യധികമായ കോപത്തോടെ റോഷനെ നോക്കി. അവളുടെ നോട്ടത്തെ നേരിടാനാകാതെ അവൻ തലകുനിച്ചു. അവൾ വല്ലാത്ത ദേഷ്യത്തോടെ അവർക്കരികിൽ നിന്നും പുറത്തേക്ക് പാഞ്ഞു. അവളുടെ ആ ഭാവം കണ്ടപ്പോൾ റോഷന് എന്തോ ഒരു വല്ലാഴിക തോന്നി. കുറ്റബോധമാണോ ഭയമാണോ തന്നെ ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ആവാത്ത പോലെ വല്ലാത്തൊരു ഫീലിംഗ്. മെർലിൻ, നീ നിന്റെ കാറിൽ തന്നെ വന്നേരെ. നിന്റെ കൂടെ നിൽക്കുന്ന ആ സാധനത്തിൻ്റെ നോട്ടം കണ്ടാൽ തന്നെ പേടിയാകും. എന്തുവാടേ ഇത്? ഇപ്പോൾ മൂക്കിൽ വലിച്ചു കയറ്റുമെന്ന് തോന്നുന്നല്ലോ. ഇങ്ങനെയുമുണ്ടോ പെണ്ണുങ്ങൾ? പല ജാതി സാധനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലൊരെണ്ണം എൻ്റെ ജീവിതത്തിൽ ആദ്യമാ. അത് പറഞ്ഞുകൊണ്ട് റോഷൻ തിരിഞ്ഞു നടന്നു. റോഷ്, സായ അങ്ങനെയാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറുള്ള പെണ്ണ്. അവളുടെ ജീവൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് അവൾ എന്നെ കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഈ കഠിനമായ വേദനയിൽ അവൾക്ക് തോന്നുന്ന ദേഷ്യത്തെ ന്യായമായി കണ്ടുകൂടെ? നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ മെർലിൻ അത് ചോദിക്കുമ്പോൾ റോഷന് മറുവാക്കുകളില്ലായിരുന്നു. അവൻ്റെ മുഖത്തും വേദന നിറഞ്ഞു. അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടപ്പോൾ അവനെ അറിയാതെയാണെങ്കിലും വേദനിപ്പിക്കേണ്ടി വന്നതോർത്ത് മെർലിന് തൻ്റെ നെഞ്ചു പൊട്ടും പോലെ തോന്നി. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സോറിടാ. സായയോടുള്ള സ്നേഹം കൊണ്ട് അറിയാതെ നിന്നെ വിഷമിപ്പിച്ചു. ക്ഷമിക്ക്. റോഷന്റെ വേദന നിറഞ്ഞ വാക്കുകൾ കേട്ട് മെർലിൻ അവൻ്റെ കൈകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹേയ്, എനിക്ക് മനസ്സിലാക്കാനാകും പ്രണയത്തിൻ്റെ വേദന. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോട്ടെ. പെട്ടെന്ന് അവളുടെ കൈകളിൽ നിന്നും തൻ്റെ കൈകളെ സ്വതന്ത്രമാക്കിക്കൊണ്ട് റോഷൻ പുറത്തേക്ക് നടന്നു. പള്ളിയിലേക്ക് മെർലിന് പകരം സായയായിരുന്നു വണ്ടി ഡ്രൈവ് ചെയ്തത്. സംസാരശേഷിയില്ലെങ്കിലും ചെവി കേൾക്കാനാകുന്നതുകൊണ്ട് പലപ്പോഴും സായ മെർലിൻ്റെ സാരഥി ആവാറുണ്ട്. ഇടയ്ക്ക് മെർലിൻ അവളുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. റോഷൻ പറഞ്ഞത് ശരിയാണ്. ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവം അത് തന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. മെർലിൻ ഒന്നും മിണ്ടാതെ അവളിൽ നിന്ന് മുഖം തിരിച്ച് പുറത്തെ കാഴ്ചയിൽ മുഴുകുന്നതായി നടിച്ചു. ട്രാഫിക് ബ്ലോക്കുകളിലെല്ലാം അവൾ വല്ലാത്ത ശബ്ദത്തിൽ ഹോൺ മുഴക്കി അക്ഷമ കാണിച്ചുകൊണ്ടിരുന്നു. പള്ളിയിലേക്ക് അല്പദൂരം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പെട്ടെന്ന് വണ്ടിക്ക് ഒരു പാളിച്ച പോലെ തോന്നിയത്. അതോടൊപ്പം വലിയൊരു ശബ്ദം മുഴങ്ങി. ഒന്ന് ഭയന്നു പോയെങ്കിലും പെട്ടെന്ന് സംയമനം വീണ്ടെടുത്ത് സായ കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി. രണ്ടുപേരും ഒരുപോലെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ചുറ്റും നടന്നു നോക്കിയപ്പോൾ ഒരു ടയർ പഞ്ചറായിരിക്കുന്നത് കണ്ടു. സായ ദേഷ്യത്തോടെ ആ ടയറിൽ ആഞ്ഞു ചവിട്ടി. ഇനി എന്തു ചെയ്യും എന്ന ആലോചനയോടെ മെർലിൻ നിൽക്കുമ്പോൾ സായ പെട്ടെന്ന് അവളുടെ കൈകളെ പിടിച്ചു വലിച്ചുകൊണ്ട് പള്ളി ലക്ഷ്യമാക്കി ഓടി. സാരി ഉടുത്ത് വലിയ ശീലമൊന്നുമില്ലാത്തതുകൊണ്ട് മെർലിൻ പല സ്ഥലങ്ങളിലും തട്ടി വീഴാൻ തുടങ്ങി. അതേസമയം അൾത്താരയുടെ മുൻപിൽ സച്ചു അതീവ ഭക്തിയോടെ നിന്നു. ഒരു പുഞ്ചിരിയോടെ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജാസ്മിന് എന്തെന്നില്ലാത്ത അഭിമാനം തോന്നി. ഇനി നിമിഷങ്ങൾ മാത്രം. തനിക്ക് എല്ലാം ഉണ്ടാകാൻ പോകുന്നു. സ്നേഹത്തിൻ്റെ വലിയൊരു കൊട്ടാരം തനിക്ക് സമ്മാനിക്കാനായി കാത്തിരിക്കുന്ന ചുറ്റുമുള്ള എല്ലാവരെയും ജാസ്മിൻ സ്നേഹത്തോടെ നോക്കി. മെർലിൻ. ജാസ്മിൻ്റെ കണ്ണുകൾ ആകാംക്ഷയോടെ അവൾക്ക് വേണ്ടി തിരഞ്ഞു. അപ്പോഴേക്കും വീർത്തു കുളിച്ച് അവർ പള്ളിയിൽ എത്തിച്ചേർന്നിരുന്നു. മെർലിൻ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് സച്ചുവിനോട് ചേർന്ന് നിന്നു. അവളെ നോക്കി ജാസ്മിൻ മനോഹരമായി പുഞ്ചിരിച്ചു. മെർലിൻ പകരമായി ഒരു പുഞ്ചിരി അവൾക്ക് നേരെ സമ്മാനിച്ചുകൊണ്ട് പെട്ടെന്ന് സായയെ നോക്കി. ആ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ക്രൂരമായ ഒരു ഭാവമായിരുന്നു അപ്പോൾ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നത്. മെർലിന് വല്ലാത്ത ഭയം തോന്നി.
ആ നിമിഷം ആ ഗാനം പള്ളിയിൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങി. ആദിയിൽ അഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. ഗായക സംഘത്തിന്റെ ഇമ്പമേറിയ ശബ്ദം. വൈദികൻ എടുത്തുകൊടുത്ത താലി ജാസ്മിന്റെ കഴുത്തിൽ സച്ചിൻ ചാർത്തി കൊടുത്തു. ജാസ്മിൻ കണ്ണുകൾ അടച്ച് ആ താലി ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. എല്ലാവരും നവദമ്പതികൾക്ക് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു. അപ്പോൾ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ഒരാൾ ആ ദമ്പതികളെ നോക്കി ക്രൂരമായി ചിരിക്കുന്നുണ്ടായിരുന്നു. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലാത്ത ഉറപ്പിലായിരുന്നു അയാളുടെ ആ ചിരി. പക്ഷേ സായയുടെ കണ്ണുകൾ തന്നിലേക്ക് പതിഞ്ഞിരിക്കുന്നത് ഒട്ടും വൈകാതെ അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ അവളെ നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചു. അത് വിജയിച്ച പോരാളിയുടെ ചിരിയായിരുന്നു. സായയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൾ ചൂണ്ടുവിരൽ കൊണ്ട് വേണ്ട എന്ന് ആംഗ്യം കാണിച്ചു. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും പ്രവൃത്തികളെ ഭയം നിറഞ്ഞ കണ്ണുകളോടുകൂടെ നോക്കുന്ന മൂന്നാമതൊരാൾ കൂടി അവിടെയുണ്ടായിരുന്നു. ഡോക്ടർ വർഗീസ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു വെള്ളിടി വെട്ടി. താടിയും മുടിയും വളർത്തിയ ആ മനുഷ്യനെ ഓർത്തെടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും ഡോക്ടർ വർഗീസിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ആ കണ്ണുകൾ, അത് അയാളല്ലേ? അങ്ങനെയെങ്കിൽ ഈ വിവാഹം ഏതോ വലിയ ദുരന്തത്തിൻ്റെ മുന്നോടിയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുന്ന് ആരോ മന്ത്രിച്ചു. ഒരുപക്ഷെ തന്നേക്കാൾ എളുപ്പത്തിൽ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ ഫെർണാണ്ടസിന് കഴിഞ്ഞേക്കാം. വർഗീസ് ഫെർണാണ്ടസിനെ നോക്കി. അവൻ അഗാധമായ പ്രാർത്ഥനയിലാണ്. മക്കളുടെ നന്മയ്ക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തെ ശല്യം ചെയ്യാൻ വർഗീസിന് തോന്നിയില്ല. എങ്കിലും ഇത് തികച്ചും അനിവാര്യമായ ആവശ്യമാണ്. വർഗീസ് പതുക്കെ കൈമുട്ടുകൊണ്ട് ഫെർണാണ്ടസിനെ ഒന്ന് തട്ടി. ഫെർണാണ്ടസ് ചോദ്യരൂപത്തിൽ നോക്കുമ്പോൾ വർഗീസ് ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് പതുക്കെ മറ്റാരും കാണാതെ കൈ ചൂണ്ടി. പക്ഷേ അപ്പോൾ ആ സ്ഥലം കാലിയായിരുന്നു. വർഗീസ് ഉത്കണ്ഠയോടെ ചുറ്റും നോക്കി. എന്താടാ, എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫെർണാണ്ടസിന്റെ ശബ്ദത്തിൽ ആശങ്ക നിറഞ്ഞു. അതല്ല, അവിടെ ആരോ ഒരാൾ. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭയത്തോടെ കണ്ണുകൾ അടച്ച് തൻ്റെ കുടുംബത്തിനു വേണ്ടി ക്രൂശിതനായ ദൈവത്തിൻ്റെ മുൻപിൽ മനമുരുകി പ്രാർത്ഥിച്ചു. കർത്താവേ, കാത്തോളണമേ. എൻ്റെ വർഗീസ്, നിനക്ക് എന്താ പറ്റിയത്? ആകെ പേടിച്ചതുപോലെ ഫെർണാണ്ടസ് അദ്ദേഹത്തിൻ്റെ വെപ്രാളം കണ്ടപ്പോൾ ചോദിച്ചു. ഒന്നുമില്ല, എന്തൊക്കെയോ ഒരു തോന്നൽ. താൻ പ്രാർത്ഥിക്ക്, നമ്മുടെ മക്കൾക്ക് എന്നെന്നും നല്ലത് മാത്രം വരാൻ. മറുപടിയായി അത്രമാത്രം പറയുമ്പോൾ വർഗീസിന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു കല്ലെടുത്തു വെച്ച ഭാരമായിരുന്നു. മെർലിൻ സച്ചുവേട്ടന്റെ പുതിയ ജീവിതത്തിനു വേണ്ടി കണ്ണുകൾ അടച്ച് സർവേശ്വരന്റെ മുൻപിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം കണ്ണുകൾ തുറന്നപ്പോൾ തന്നോട് ചേർന്ന് നിന്ന സായയെ കാണാതെ അവൾ ചുറ്റും നോക്കി. ഇവളിതെവിടെ പോയി? മനസ്സിലൊരു ചോദ്യത്തോടെ മെർലിൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് പള്ളിയുടെ ആനവാതിൽക്കൽ കൂടെ കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു പോകുന്ന സായയെയാണ്. എന്തൊരു പ്രകൃതമാണ് ഈ കുട്ടിയുടേത്! ആഗ്രഹിക്കുന്നതൊന്നും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത വല്ലാത്തൊരു സ്വഭാവം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത സായയെക്കുറിച്ച് ഓർത്തപ്പോൾ മെർലിന് വല്ലാത്ത ഭയം തോന്നി. ഒരുപക്ഷെ തനിക്ക് ലഭിക്കാതെ പോയ സച്ചുവേട്ടന് വേണ്ടി ജാസ്മിനെ ഇല്ലാതാക്കാൻ പോലും അവൾ മടിക്കില്ല. അതുകൊണ്ട് ഇനി കരുതലോടെ ഇരിക്കണം. കൂട്ടുകാരിയാണെങ്കിലും സച്ചുവേട്ടന്റെ ജീവിതത്തിൽ അവൾ ഒരിക്കലും ഒരു കരടായി വരരുത്, മെർലിൻ മനസ്സിൽ ഉറപ്പിച്ചു. ചെറുതെങ്കിലും അതിഗംഭീരമായിരുന്നു വിവാഹശേഷമുള്ള ചടങ്ങുകൾ. എല്ലാവരോടും സ്നേഹത്തോടെ ചിരിച്ചു സംസാരിക്കുന്നുണ്ടെങ്കിലും റോഷന്റെയും മെർലിന്റെയും മനസ്സുകൾ ശാന്തമായിരുന്നില്ല. റോഷന്റെ മനസ്സ് മുഴുവനും ഇന്ന് വൈകുന്നേരം എല്ലാവരെയും പിരിയേണ്ടി വരുന്ന സങ്കടമായിരുന്നു. എന്നാൽ മെർലിന്റെ മനസ്സിൽ റോഷനെ പിരിയുന്ന സങ്കടത്തിലുമുപരി വരാൻ പോകുന്ന ഏതോ വലിയ ദുരന്തത്തിന്റെ അപകട സൂചനകളായിരുന്നു. റോഷനുമായുള്ള വേർപിരിയൽ അവളുടെ മനസ്സിലെ അവൾ തന്നെ പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. റോഷൻ, നീ മെർലിനെയും കൂട്ടി പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണ്ടേ? സച്ചിൻ്റെ മണിയറ ഒരുക്കേണ്ട ചുമതലയും നിന്റേതാണ്. അതുമാത്രമല്ല, പെണ്ണും ചെറുക്കനും വരുമ്പോൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അതും ചെയ്യണം. പള്ളിയിലെ ചടങ്ങുകൾ കഴിഞ്ഞ് വിവാഹ വിരുന്നിലേക്ക് പ്രവേശിച്ചപ്പോൾ സൂസൻ മകനെ വിളിച്ചു പറഞ്ഞു. ആ മമ്മി, ഞാനും അത് തന്നെയാണ് ഓർത്തത്. ഞങ്ങൾ ഇപ്പോൾ തന്നെ പൊയ്ക്കോളാം.
സ്വന്തമായി കുറച്ച് കാര്യങ്ങൾ കൂടി തീർക്കേണ്ടതുള്ളതുകൊണ്ട് റോഷൻ ഉത്സാഹത്തോടെ പോകാൻ തയ്യാറായി. ഡി വാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. അവിടുത്തെ കാര്യങ്ങൾ കൂടി സെറ്റ് ചെയ്യാൻ മമ്മി പറഞ്ഞു. റോഷൻ മെർലിനെ വിളിച്ചു. ആ. ആലോചനയോടെ മെർലിൻ റോഷന് പുറവേ നടന്ന് സൽക്കാര ഹാളിലെത്തി. എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി അവർ കൈകഴുകി. ഡാ, നീ വീട്ടിലേക്ക് പൊയ്ക്കോ. ആ വളവിൽ എൻ്റെ കാർ പഞ്ചറായി കിടപ്പുണ്ട്. ഞാൻ ആരെയെങ്കിലും കൊണ്ട് അതൊന്ന് നന്നാക്കി പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്താം. അത് പറഞ്ഞുകൊണ്ട് അവൾ പള്ളിയിൽ നിന്നും പുറത്തേക്ക് കടന്നു. അവളുടെ മനസ്സ് മുഴുവനും കലങ്ങി മറിഞ്ഞിരുന്നു. മെർലിൻ, നമുക്ക് എൻ്റെ കാറിൽ പോകാം. നിന്റെ കാർ അവിടെ തന്നെ കിടക്കട്ടെ. നാളെ ആരെയെങ്കിലും വിട്ട് നന്നാക്കി എടുത്താൽ മതി. പെട്ടെന്ന് അവളെ തടഞ്ഞുകൊണ്ട് റോഷൻ പറഞ്ഞു. അവൾ മറുപടിയൊന്നും പറയാതെ റോഷന്റെ കാറിലേക്ക് കയറി. എൻ്റെ ഈശോയെ, രക്ഷപ്പെട്ടു. എങ്ങനെ അവിടെ നിന്ന് ചാടുമെന്ന് വിചാരിച്ചിരുന്നതാ. എന്തായാലും മമ്മി എന്നെ പറഞ്ഞു വിട്ടത് നന്നായി. എനിക്കെൻ്റെ സാധനങ്ങളെല്ലാം ഒന്നെടുത്തു വെക്കാനുള്ള നേരം കിട്ടും. തൽക്കാലം ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കിയെല്ലാം നിന്റെ മുറിയിലിരിക്കട്ടെ, റോഷൻ പറഞ്ഞു. റോഷ്, നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? തീരുമാനമെടുക്കും മുൻപ് ഒന്നുകൂടി ആലോചിക്കാമെന്ന് തോന്നുന്നു. എനിക്കെന്തോ സായയുടെ പ്രവൃത്തിയിൽ വല്ലാത്ത ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തനിച്ചാവുന്നത് നല്ലതല്ലല്ലോ. നീ കൂടെയുണ്ടെങ്കിൽ അതൊരു ബലമായിരിക്കും. മെർലിൻ പ്രതീക്ഷയോടെ റോഷനെ നോക്കി. എടോ, താൻ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? സായയെപ്പോലെ ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തു ചെയ്യാനാ? റോഷൻ കനത്ത സ്വരത്തിൽ പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ മടുപ്പും എന്നാൽ സായയെക്കുറിച്ചുള്ള ഒരുതരം നിസ്സംഗതയും ഉണ്ടായിരുന്നു. ഹേയ്, നിന്റെ തീരുമാനങ്ങളിൽ നിന്നും തിരിഞ്ഞു നടക്കാൻ ഞാൻ നിർബന്ധിക്കുന്നതല്ല. സാഹചര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇനിയൊരിക്കലും നിന്നെ തടയാനുള്ള അവകാശം എനിക്കില്ല. പക്ഷേ ഇത്ര കാലവും എന്നെ ആ വീട്ടിലെ മരുമകളായി കണ്ട ആ മാതാപിതാക്കളോട് എനിക്കൊരു കടമയുണ്ട്. ഇപ്പോൾ ആ കടമ നിലനിൽക്കുന്നില്ല. പക്ഷേ അതറിയാവുന്നത് എനിക്കും നിനക്കും മാത്രമാണ്. അത് മറന്നുകൊണ്ട് സംസാരിക്കരുത്. മെർലിൻ ശബ്ദത്തിൽ യാതൊരുവിധ പതർച്ചയുമില്ലാതെ പറഞ്ഞു. അവളുടെ വാക്കുകളിൽ തകർന്ന ഹൃദയത്തിൻ്റെ ആത്മാഭിമാനം നിറഞ്ഞു നിന്നിരുന്നു. സോറിടാ, പെട്ടെന്ന് ടെൻഷൻ വന്നപ്പോൾ ദേഷ്യപ്പെട്ടു പോയതാ. സായയെപ്പറ്റി നീ ടെൻഷൻ അടിക്കേണ്ട. 2 ദിവസം കഴിയുമ്പോൾ അവൾ തണുത്തോളും. എന്തിനേയും ഉൾക്കൊള്ളാൻ പഠിച്ച പെൺകുട്ടിയാണവൾ. അവൻ്റെ ആ മറുപടിക്ക് മുൻപിൽ മെർലിൻ നിസ്സഹായതയോടെ നിശബ്ദയായി. സ്നേഹിച്ചവൻ്റെ മുൻപിൽ താൻ വെറുമൊരു സുഹൃത്തു മാത്രമാണെന്ന യാഥാർത്ഥ്യം അവൾ വീണ്ടും തിരിച്ചറിയുകയായിരുന്നു. സച്ചുവിനു വേണ്ടി മണിയറ ഒരുക്കുമ്പോൾ പ്രണയത്തിൻ്റെ അതിതീവ്ര വേദന തിരിച്ചറിയുകയായിരുന്നു റോഷൻ. മരണത്തിനു പോലും ഇത്ര ഭയാനകമായ അവസ്ഥയുണ്ടോ എന്നവൻ സംശയിച്ചു. ഒരു യന്ത്രമനുഷ്യൻ്റെ നിസ്സംഗതയോടുകൂടി എല്ലാം ചെയ്യുന്ന റോഷന്റെ നിശബ്ദതയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മെർലിനും അവൻ്റെ വേദനയിൽ പങ്കുചേർന്നു. ഒരക്ഷരം പോലും സംസാരിക്കാതെ അവർ എന്തൊക്കെയോ ചെയ്തു വെച്ചു. ആ മുറിയിൽ പ്രണയനഷ്ടത്തിൻ്റെ കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു. ഇനി ഒട്ടും വൈകണ്ട. അവർ വരുന്നതിന് മുൻപ് എൻ്റെ ലഗേജുകൾ കാറിൽ വെക്കണം. ബാക്കി സാധനങ്ങൾ നിന്റെ മുറിയിലേക്കും വെക്കാം. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയോടെ ചെയ്ത് റോഷൻ തിരക്കിട്ടുകൊണ്ട് പറഞ്ഞു. റോഷ്, നീ കൊണ്ടുപോകാത്ത സാധനങ്ങളെല്ലാം നിന്റെ മുറിയിൽ വെച്ചാൽ പോരെ? എന്തിനാ അതൊക്കെ എൻ്റെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഒന്നും മനസ്സിലാവാതെ നേരിയ വേദനയോടെ മെർലിൻ ചോദിച്ചു. നീ തന്നെയല്ലേ പറഞ്ഞത് സച്ചുവേട്ടൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ എനിക്ക് ജാസ്മിനോട് മുൻപുണ്ടായിരുന്ന പ്രണയം അവിടെ ഒരു തടസ്സമാകരുതെന്ന്? ഒരുപക്ഷെ എൻ്റെ വസ്ത്രങ്ങളോ എൻ്റെ സാധനങ്ങളോ കാണുമ്പോൾ ജാസ്മിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നാൻ സാധ്യതയില്ലേ? അതുകൊണ്ട് എനിക്കൊപ്പം തന്നെ എല്ലാം ഒഴിവാക്കുന്നതല്ലേ നല്ലത്? റോഷൻ മറുചോദ്യം ചോദിച്ചു. റോഷന്റെ ആ മറുപടിക്ക് പിന്നിൽ മെർലിൻ എന്ന പെൺകുട്ടി പൂർണ്ണമായും തകർന്നു പോകുകയായിരുന്നു. കാരണം ഇത്ര വർഷങ്ങൾ അവനെ പ്രണയിച്ച തൻ്റെ വേദന അവന് മനസ്സിലാകുന്നില്ല. വെറും 6 മാസം അവൻ പ്രണയിച്ച ജാസ്മിൻ്റെ വേദനയെ അവൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. താൻ ഒരു വിഡ്ഢിവേഷം കെട്ടിയ കോമാളിയായി പോയല്ലോ. അതോർത്തപ്പോൾ മെർലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ കണ്ണുനീർ തുള്ളികളെ മറയ്ക്കാനായി മെർലിൻ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ അഭയം പ്രാപിച്ചു. മുഖമൊക്കെ കഴുകി പുറത്തേക്ക് വന്നപ്പോൾ അവളുടെ മുഖത്ത് നനുത്ത ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു.
രണ്ടുപേരും ഒന്നും മിണ്ടാനില്ലാതെ ഹാളിലേക്കിരുന്നു. നിശബ്ദത അവർക്കിടയിൽ ശ്വാസം മുട്ടിച്ചു തുടങ്ങിയപ്പോഴാണ് റോഷൻ പതുക്കെ സംസാരിച്ചു തുടങ്ങിയത്. മെർലിൻ, നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ പുതിയൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് കേട്ടോ. ഒരു ഋഷി. ജാസ്മിൻ്റെ ബന്ധുവാണെന്നാണ് പറഞ്ഞത്. ക്വാളിഫിക്കേഷൻ നോക്കിയപ്പോൾ എൻ്റെ പോസ്റ്റിന് അനുയോജ്യനാണെന്ന് തോന്നി. അതുകൊണ്ട് തൽക്കാലം അസിസ്റ്റന്റ് മാനേജർ HR എന്നുള്ള പോസ്റ്റ് കൊടുത്തിട്ട് എൻ്റെ അടുത്തുള്ള ക്യാബിനിൽ ഇരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? എൻ്റെ പപ്പയ്ക്ക് കൂടി പാർട്ട്ണർഷിപ്പുള്ള ഹോസ്പിറ്റലിലാണ് എന്നത് ശരിയാണ്. പക്ഷേ ഇതൊന്നും അറിയാൻ എനിക്ക് താല്പര്യമില്ല. ഇത്രയും കാലം ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതും അസ്തമിച്ചു. സോ ഐ ഡോണ്ട് വാണ്ട് ടു നോ എനിത്തിങ്. മെർലിൻ നിരാശ കലർന്നതെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആരോടും ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷേ ഇതിപ്പോൾ നിന്നോടെങ്കിലും പറയാതെ ഞാൻ പോകുന്നതെങ്ങനെയാ? എൻ്റെ യാത്ര തുടങ്ങിയാൽ ഉടനെയെങ്ങും ഒരു മടക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് നിനക്ക് മാത്രമല്ലേ അറിയൂ. അതുകൊണ്ട് നീ അറിഞ്ഞിരിക്കണം. കുറച്ചു കാലം കഴിയുമ്പോൾ ഋഷി എഫിഷ്യൻ്റ് ആണെന്ന് തോന്നിയാൽ HR മാനേജർ ആക്കിക്കോളൂ. ജാസ്മിൻ്റെ ബന്ധുവാകുമ്പോൾ പേടിക്കാനൊന്നുമില്ലല്ലോ. റോഷൻ മെർലിൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ ഒരുതരം ഒഴിഞ്ഞുമാറലുണ്ടായിരുന്നു. മെർലിൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവരെത്തിയെന്ന് തോന്നുന്നു. ഞാൻ വിളക്ക് റെഡിയാക്കട്ടെ. അപ്പോഴേക്കും പുറത്തുനിന്നും വണ്ടികൾ വരുന്ന ശബ്ദം കേട്ട് മെർലിൻ ചാടി എഴുന്നേറ്റു. നവദമ്പതികളുടെ നെറ്റിയിൽ കുരിശു വരച്ച് ആ സ്വർണ്ണ ജപമാല ജാസ്മിനെ ഒന്ന് മുത്തിച്ച് അവളുടെ കഴുത്തിലേക്ക് സൂസൻ ഇട്ടുകൊടുത്തു. മോളെ, വലതുകാൽ വെച്ച് കയറിക്കൂ. ജാസ്മിൻ്റെ കൈകളിലേക്ക് കത്തിച്ച് നിലവിളക്ക് കൊടുത്തുകൊണ്ട് സൂസൻ അവളെ കൈക്ക് പിടിച്ച് അകത്തേക്ക് ആനയിച്ചു. ജാസ്മിൻ ആ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയതും പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വല്ലാത്തൊരു ശബ്ദത്തോടെ ആ രണ്ട് വീടിൻ്റെയും നടുവിലായി നിന്ന മൂവാണ്ടൻ മാവ് ഒടിഞ്ഞ് താഴേക്ക് വീണു. ആ ശബ്ദം അന്തരീക്ഷത്തിൽ ഒരു വെള്ളിടി പോലെ മുഴങ്ങി. എല്ലാവരുടെയും കണ്ണുകളിൽ ഭയം നിറഞ്ഞു. വരാൻ പോകുന്ന ഏതോ വലിയ ദുരന്തം അതിൻ്റെ സൂചനയാണ് തങ്ങളിപ്പോൾ കണ്ടതെന്ന് എല്ലാ മനസ്സുകളിലും ഒരു തോന്നലുണ്ടായി. ആരോ ഒരാൾ തുടരും. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ കഥ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കമൻറ്റുകൾ ചെയ്യാനും മടി കാണിക്കരുതേ. അടുത്ത ഭാഗവുമായി വീണ്ടും വരും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.